Hi guys, welcome to Mallu in Bangalore. ഹായ് ഗായ്സ്, വെൽക്കം ടു മല്ലു ഇൻ ബാംഗ്ലൂർ. അപ്പോൾ ഇതെന്തത് ഇങ്ങനെയൊക്കെ നിൽക്കണമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കുളിച്ച് വന്നുള്ളൂ ഗൈസ്, കുളിച്ച് വന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് സെപ്റ്റംബർ 5, ഇറ്റ്സ് എ ടീച്ചേഴ്സ് ഡേ. അപ്പോൾ ഞാൻ കരുതി ഇന്ന് ലീവ് എടുക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ജോലിക്ക് ലീവാണ്. ആൻഡ് ഇപ്പോൾ കുളിച്ചു, ഇനി ഒരുങ്ങി ഒരു ചെറിയൊരു കേക്കും ചെറിയൊരു കുഞ്ഞ് ഗിഫ്റ്റും കൂടെ വാങ്ങിച്ചിട്ട് വരാം. കാരണം എൻ്റെ അമ്മ ഒരു ടീച്ചറാണ്. അപ്പോൾ ലെറ്റ്സ് സീ വാട്ട് ഈസ് ഹോൾഡിങ് മൈ ഡേ ടുഡേ. എൻ്റെ തത്തയാണ് ഇവിടെ ബഹളം വെക്കുന്നത്, മൈൻഡ് ആക്കുന്നത്. നമ്മൾ ഒരാളിവിടെ സംസാരിച്ചാൽ അവൾ 10 ആളുടെ ശബ്ദം ഉണ്ടാക്കും. അപ്പോൾ ലെറ്റ്സ് സീ വാട്ട് ഐ ഡു ഇൻ ദിസ് ഡേ. അപ്പോൾ ഇന്നൊരു ചെറിയ ആദ്യത്തെ കുട്ടി വ്ളോഗായിരിക്കും ഗൈസ്. അഡ്ജസ്റ്റ് ചെയ്യുക. എന്തെങ്കിലും തെറ്റൊക്കെ എനിക്ക് അറിയില്ല, പറഞ്ഞ് മനസ്സിലാക്കില്ല. ഓക്കെ ഗൈസ്, വളർന്ന് വരുന്ന ഒരു കുട്ടിയല്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു തരണം. ഓക്കെ ഫൈൻ ഗൈസ്, അപ്പോൾ കാണാം. എന്നിട്ട് ഞാൻ കുളിച്ച് ഈ ഡ്രസ്സൊക്കെ വാരിയിട്ട് ഗൈസ് ഒരു കുർത്തി ഇട്ടു ഗൈസ്. അപ്പോൾ ഞാൻ റെഡിയായി വെളിയിലിറങ്ങി. പക്ഷേ ഞാൻ വിചാരിച്ചത് ആദ്യം വല്ല ചുരിദാർ ടോപ്പോ അങ്ങനെ എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യാനായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു സൈസൊക്കെ എനിക്കറിയാം, പക്ഷേ പാറ്റേൺ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. കറക്റ്റ് അല്ലേ? അപ്പോൾ എന്താ ബുദ്ധി, ആദ്യം നമുക്ക് പോയി ഒരു കേക്ക് വാങ്ങാം, ഒരു കുട്ടി കേക്ക്. പിന്നെ ഒരു കുട്ടി ഗിഫ്റ്റ് വേറെ അത്യാവശ്യമുള്ളത് മമ്മിക്ക് വേണം എന്നാഗ്രഹമുള്ള ഒരു ഗിഫ്റ്റ്, കുഞ്ഞ് ഗിഫ്റ്റ് വരണം. ചെറുത് ഞാൻ വളർന്നിട്ടില്ല ഗൈസ്, അപ്പോൾ ചെറിയൊരു ഗിഫ്റ്റ്. പിന്നെ ചുരിദാർ ടോപ്പ് എന്താ വെച്ചാൽ മമ്മിക്ക് ഭയങ്കര ഇഷ്ടം. ആ ഇഷ്ടങ്ങളനുസരിച്ചാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ അതിന് വൈകുന്നേരം അങ്ങോട്ട് വിളിച്ചിട്ട് പോകാം, ഡയറക്റ്റായിട്ട് നമുക്ക് ചൂസ് ചെയ്തിട്ട് അല്ലേ. അപ്പോൾ ആദ്യമേ നമുക്ക് പോയി കേക്ക് വാങ്ങാം ഗൈസ്. അങ്ങനെ തന്നെ ഞാനൊരു ഫാൻസി സ്റ്റോറിൽ ചെന്നു. കാരണം മമ്മി കുറേ നാളായിട്ട് ഒരു കുട്ടി ബോട്ടിൽ വേണം എനിക്ക്, സ്റ്റീലിൻ്റെ എന്ന് എപ്പോഴും പറയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ബോട്ടിലും കിട്ടി. പക്ഷേ ഞാൻ 2-3 കട കയറി ഇറങ്ങിയിട്ട് എനിക്കൊരു ബോട്ടിൽ കിട്ടി. പിന്നെ മമ്മി ഒരു ടീച്ചറായതുകൊണ്ട് കുറച്ച് പൗച്ചും അങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങി. പിന്നെ ഞാൻ ബേക്കറി കയറി കുറച്ച് ബലൂൺസും ഒരു കുട്ടി കേക്ക്, ഒരു റെഡ് വെൽവെറ്റിൻ്റെ കേക്ക് വാങ്ങി. വീട്ടിലെത്തിയപ്പോഴും ബലൂണൊക്കെ ഊതി വീർപ്പിച്ച് ആദ്യം ഡെക്കറേഷൻ ഒന്നുമില്ല, ഇതേപോലെ ചെറിയൊരു ടേബിളിൽ വെച്ചിട്ട് മമ്മിക്ക് ഭയങ്കര ഇഷ്ടം കുട്ടിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം. ഇതെൻ്റെ മീനുകുട്ടിയാണ്, മീൻ ഓടി നടക്കുക. എന്നിട്ട് കേക്കൊക്കെ അറേഞ്ച് ചെയ്തു. അതിൻ്റെ പുറത്ത് ഞാൻ അമ്മ എന്ന് എഴുതിപ്പിച്ചു. അങ്ങനെ വന്ന് എല്ലാം സെറ്റാക്കി. മമ്മി വരാൻ പിന്നെ കാത്തിരിപ്പായിരുന്നു. മമ്മിക്ക് ഭയങ്കര ഇഷ്ടമാണ് റെഡ് വെൽവെറ്റിൻ്റെ കേക്ക്. എപ്പോഴെപ്പോഴും കഴിക്കാറില്ല, ഇടയ്ക്ക് കിട്ടുമ്പോൾ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഫ്ലേവറാണ്. അപ്പോൾ അത് തന്നെ തപ്പി വാങ്ങി. പിന്നെ ഒരു നെയിൽ പോളിഷും ഒരു കുട്ടി കമ്മലും പിന്നെ മമ്മിക്ക് ഇഷ്ടമുള്ളൊരു ബോട്ടിലൊക്കെ വാങ്ങി. പിന്നെ മമ്മി വന്ന് മമ്മി ശ്രദ്ധിച്ചപ്പോൾ മമ്മിയുടെ ഫേസിലെ എക്സ്പ്രഷൻ വാസ് എവറിത്തിങ്. ഇതായിരുന്നു എനിക്ക് വേണ്ടത്, ആ ഒരു ചിരി, ആ ഒരു സന്തോഷം. ചെറുതായാലും നമ്മൾ വലുതൊന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന കുഞ്ഞു കാര്യം ചെയ്തിട്ട് വരെ മമ്മി സ്കൂളിൽ നിന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. ആ ഒരു ചിരി കാണാൻ വേണ്ടിയായിരിക്കും കുറേ ആൾക്കാർ ആഗ്രഹിക്കുന്നത്. അതേപോലെ ഞാനും ആഗ്രഹിച്ചു. മമ്മി അങ്ങനെ വന്ന് മാതാവിനെല്ലാം മുത്തി ഭയങ്കര സന്തോഷപ്പെട്ടു. പിന്നെ അപ്പം തന്നെ മമ്മിക്ക് സ്കൂളിൽ നിന്ന് ഒരു ലോഡ് ഗിഫ്റ്റ് ഉണ്ടായി പിള്ളേരുടെ. അപ്പോൾ മമ്മി നോക്കുന്നതിന് മുമ്പ് തന്നെ സ്റ്റീയ കയറിയിരുന്ന് എല്ലാം തുറന്ന് അവൾക്കൊരു സന്തോഷം. അയ്യോ എൻ്റെ മമ്മിക്ക് ഇത്രയും ഗിഫ്റ്റ് കിട്ടിയല്ലോ എന്നും പറഞ്ഞു. അങ്ങനെ എല്ലാ ഗിഫ്റ്റും, കുഞ്ഞു പിള്ളേരായതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു ലെറ്ററും അങ്ങനെ കുറേ കാര്യങ്ങൾ, ഒരു പേനയൊക്കെ പാക്ക് ചെയ്ത് മിഠായികൾ എല്ലാം തന്ന് മമ്മിക്ക് ഭയങ്കര സന്തോഷം. അതപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പിന്നെ മമ്മി കേക്ക് കട്ട് ചെയ്യണ ചടങ്ങിലോട്ട് കിടന്നു. അതിനു മുമ്പ് ഞാൻ കൊടുത്ത കേക്കൊക്കെ കാരണം ഫോട്ടോ ഒക്കെ എടുത്തു. പാവം ഭയങ്കര സന്തോഷമായിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു മമ്മി. എന്നിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ എൻ്റെ പപ്പ ഭയങ്കര ബഹളമായിരുന്നു, അയ്യോ എന്നെ വീഡിയോ എടുക്കല്ലേ ഞാൻ ഷർട്ട് ഇട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ്. പിന്നെ നമ്മുടെ വീട്ടിലൊരു അംഗമാണ് മീനുകുട്ടി. അപ്പോൾ മീനു തത്തയ്ക്കും കൊടുത്തു, സ്റ്റീയക്കും കൊടുത്തു. ഞാനും കേക്ക് കഴിച്ചു. ഞാനിങ്ങനെ ഉരുണ്ടിരുന്നു. എനിക്ക് ഉരുണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് കേക്കൊക്കെ ഭയങ്കര ഇഷ്ടം, വല്ലപ്പോഴും കഴിക്കുള്ളൂ, ഭയങ്കര ഇഷ്ടം. അപ്പോൾ മമ്മിക്ക് ഐഡിയ ഉണ്ടായില്ല. മമ്മി കുറേ നാൾ കൊണ്ട് ചോദിക്കുമായിരുന്നു, കുഞ്ഞു കുപ്പി എനിക്ക് വേണം, കുഞ്ഞു കുപ്പി വേണം. അപ്പം ഞാൻ അത് തന്നെ ഗിഫ്റ്റ് ചെയ്തു. മമ്മി ഒട്ടും പ്രതീക്ഷിച്ചില്ല, വലിയ ഗിഫ്റ്റൊന്നും മമ്മി പ്രതീക്ഷിക്കത്തേ ഇല്ല. അപ്പോൾ കുപ്പി ഇട്ടപ്പോൾ മമ്മി ഭയങ്കര ഹാപ്പി ആയിപ്പോയി. മമ്മിക്ക് ഡെയിലി സ്കൂളിൽ കൊണ്ടുപോകാമല്ലോ, ബാഗിൽ വലിയ കുപ്പിയൊക്കെ ഇട്ട് മമ്മിക്ക് സെറ്റ് ആവില്ല. പിന്നെ ഈ കളറും കൂടി കണ്ടപ്പോൾ മമ്മിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും നോർമലി സിൽവർ കളറല്ലേ എടുക്കുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുത്തിയിരുന്ന എല്ലാ ഗിഫ്റ്റ് പൊളിക്കൽ തുടങ്ങി. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ സ്റ്റീയനെ ഒന്ന് സർപ്രൈസാക്കി. അവൾക്കൊരു യൂണിക്കോണിൻ്റെ ഒരു ചെറിയ കുപ്പി വാങ്ങിക്കൊടുത്തു. അവൾ ഭയങ്കര ഹാപ്പിയായിരുന്നു, അവൾ വലിയ കുപ്പിയാണ് കൊണ്ടുപോകുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ സ്റ്റീയുടെ കണ്ണിൽ ബൾബൊക്കെ കത്തി. ഭയങ്കര ഹാപ്പിയായിരുന്നു. അപ്പോൾ 2 ആൾ ഹാപ്പി. ഇതിൻ്റെ ഇടയ്ക്ക് മമ്മി കേക്കൊക്കെ വാരി കഴിച്ച് മമ്മിക്കും ഭയങ്കര സന്തോഷം. ഈ സന്തോഷം കാണാനാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. പിന്നെ മീനുക്കുട്ടി ഇടയ്ക്കിടയ്ക്ക് മമ്മീൻ്റെ അടുത്ത് പോകുമായിരുന്നു ഇങ്ങനെ കഴിക്കാൻ. എന്നിട്ട് മമ്മി സ്കൂളിൽ നിന്ന് കിട്ടിയ എല്ലാ ഗിഫ്റ്റൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കി ഭയങ്കര ഹാപ്പി ആയിരുന്നു. ടീച്ചേഴ്സ് ഡേ ആണല്ലോ അവർക്ക് വരുന്ന ഒരു ദിവസം. അപ്പോൾ ഇത് മമ്മിയുടെ പ്രിൻസിപ്പൾ കൊടുത്ത സെലോടെ ഒരു നല്ലൊരു ജാറ്. പിന്നെ ഇതുപോലെ കുറേ കുട്ടി ഗിഫ്റ്റുകൾ. എല്ലാ പിള്ളേരും, മമ്മി ചെറിയ ക്ലാസ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ കുട്ടി പിള്ളേരായതുകൊണ്ട് ലെറ്റർ എഴുതി കൊടുക്കലും പേന പാക്ക് ചെയ്ത് കൊടുക്കലും ഇതൊക്കെയായിരുന്നു. നല്ല രസം, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ആസ് എ ടീച്ചർ
ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ് എൻ്റെ അമ്മ. കാരണം 25 വർഷം കഴിഞ്ഞു ഈ സർവീസിലിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ആസ് എ ടീച്ചർ മമ്മിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഷീ ഈസ് വെരി ഹാപ്പി. ആൻഡ് ഞാൻ പിന്നെ വൈകുന്നേരം ഈ ഒരു കപ്പയൊക്കെ എടുത്ത് വിഴുങ്ങി. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി ഗൈസ്. എനിക്ക് ടോപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ല, കാരണം നമ്മൾ വേറെ വൈബിലായിരുന്നു. പിന്നെ ആദ്യമായിട്ടാണ് ഈ വ്ളോഗൊക്കെ, അതുകൊണ്ട് തെറ്റുകളൊക്കെ ഉണ്ടാവും കേട്ടോ. ടാറ്റാ, കിടക്കാൻ പോവാം. പിന്നെ വെറുതെ ഇരിക്കല്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ടാറ്റാ.